2009 ക്രിയേറ്റ് ചെയ്തത്. അന്ന് മുതൽ ബി ജെ പി ആണത് ഭരിക്കുന്നത്. ബി ജെ പി തന്നെ ജയിക്കുകയാണ്. അതിനു മുമ്പ് അത് എന്താണ് പട്ന വെസ്റ്റ് എന്ന് പറയുന്നൊരു മറ്റൊരു മണ്ഡലമായിരുന്നു. ആ സമയത്തും അവർ തന്നെയാണ്. നിതിൻ നബീൻ 2006 ജയിച്ചു വരുന്ന മണ്ഡലമാണത്. ആ മണ്ഡലത്തിൻ്റെ ബൗണ്ടറി മാറ്റിയെന്നേ ഉള്ളൂ. ഈ ജയം എന്ന് പറഞ്ഞാൽ ചുമ്മാ ജയമൊന്നും അല്ല. അവിടെ ബി ജെ പി വയ്ക്കുന്ന 70-75% വോട്ടിനൊക്കെയാണ് ഓരോ തവണയും. അത് മൊത്തം കൊണ്ട് പറഞ്ഞു. അല്ല 75% വോട്ടിനാണ് അവർ, അത്ര വോട്ടാണ് അവരവിടെ നേടുന്നത്. അതായത് എതിരാളി ഇപ്പോൾ കോൺഗ്രസും ആർ ജെ ഡി ഒക്കെ മത്സരിച്ചിട്ടുണ്ട്. അവർക്കൊന്നും ഒരിക്കലും പലപ്പോഴും 10, 15, 20% വോട്ടൊക്കെയാണ് കിട്ടുന്നത് അവിടെ. അത് അത്ര മൃഗീയം എന്നൊക്കെ പറയാവുന്ന ഭൂരിപക്ഷത്തോടെ ബി ജെ പി ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലത്തിൽ ഈ തവണ ഈ 10-15,000 വോട്ടിന് ജനസ്വരാജ് പാർട്ടിയുടെ പ്രശാന്ത് കിഷോർ ജയിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതിനൊരു കാരണം, നമ്മൾ ഈ ജൻസി പ്രൊട്ടസ്റ്റിൻ്റെ സമയത്ത് ജന്തർ മന്ദറിൽ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ ഏറ്റവും വയലൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് സമരം കണ്ടത് ബീഹാറിലാണ്. പ്രത്യേകിച്ചും പട്നയിലും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റ് കണ്ടു. അപ്പോൾ 75% വോട്ടിന് ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ ബി ജെ പി തോറ്റുപോകുന്നു എന്ന് പറഞ്ഞാൽ ആ വോട്ട് ബാങ്ക്, ബി ജെ പി വോട്ട് ബാങ്ക്, ബി ജെ പിക്ക് ഉറപ്പായിട്ടുള്ള ഒരു മണ്ഡലത്തിലെ വോട്ട് ബാങ്ക് അവിടെ മാറുന്നു എന്നാണ് അർത്ഥം. ഇതൊരു സൂചനയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ബങ്കിപ്പൂർ മാത്രമല്ല, ഇപ്പോൾ മധ്യപ്രദേശിലൊരു സീറ്റുണ്ട്, ഗുജറാത്തിലൊരു സീറ്റുണ്ട്. ഗുജറാത്തിലെ സീറ്റും ഈ ബി ജെ പി ജയിച്ച സീറ്റും ഇതുപോലെ 70-75% വോട്ടിന് ജയിക്കുന്ന സ്ഥലമാണ്. 75% വോട്ട് കിട്ടുന്ന ബി ജെ പി കിട്ടുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെ ഒരു മാറ്റം ഉണ്ടായില്ല. മധ്യപ്രദേശിലത് കോൺഗ്രസിന് വോട്ട് കൂടി. മധ്യപ്രദേശിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. സിറ്റിംഗ് സീറ്റ് എന്ന് വെച്ചാൽ നരോത്തം ദാസ് എന്ന് പറഞ്ഞാൽ അവരുടെ പഴയ ആഭ്യന്തരമന്ത്രിയുണ്ട്. അയാളാണ് കഴിഞ്ഞ തവണ അവർ ജയിച്ചത്. 2020 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2023 തെരഞ്ഞെടുപ്പിൽ 2023 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചു. 2018 ഇയാൾ കോൺഗ്രസ് അധികാരത്തിൽ വന്ന സമയത്ത് ഇയാൾ ജയിച്ച മണ്ഡലമാണത്. മാറി വരുന്ന മണ്ഡലമാണ്. അത് ഈ തവണ കോൺഗ്രസ് നിലനിർത്തി. പക്ഷേ ഈ ബീഹാറിലെ ജയം യഥാർത്ഥത്തിൽ മോദിക്കുള്ള ഒരു സൂചനയാണ്. അതിൻ്റെ കാരണം അത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ബി ജെ പി ജയിക്കുന്നിടത്തുനിന്ന് അവർ ആർ ജെ ഡി തിരഞ്ഞെടുത്തില്ല, പകരം ജനസ്വരാജ് പാർട്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു. അതായത് ബി ജെ പി വോട്ട് ഷിഫ്റ്റ് ആവുന്നു എന്നാണ് അതിനർത്ഥം. മറ്റൊരു കാര്യം, ബീഹാറിലാണ് നമ്മൾ SAR ആദ്യം നടപ്പാക്കിയത്. SAR വഴിയാണ് ബീഹാറിൽ ബി ജെ പി ജയിച്ചതെന്നൊരു ആരോപണം ഇപ്പോഴും പ്രതിപക്ഷത്തിനുണ്ട്. SAR നടപ്പിലായില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ ബി ജെ പി അവിടെ ജയിക്കില്ലായിരുന്നു എന്നുറപ്പുമാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ച്. അപ്പോൾ SAR നടപ്പാക്കി ബി ജെ പി വിരുദ്ധ വോട്ടുകൾ മുഴുവൻ മുറിച്ച് കളഞ്ഞിട്ടും ആണ് അവിടെ ബി ജെ പി ജയിച്ചത്. അപ്പോൾ നോക്കുക, ഇവിടെ ബി ജെ പിയുടെ സ്ട്രോങ് ഹോൾഡായ ഒരു മണ്ഡലത്തിൽ ആ വോട്ട് ഷിഫ്റ്റ് ആവുന്നു. ബി ജെ പിയുടെ വോട്ട് ജയസാധ്യതയുള്ള തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായ പ്രശാന്ത് കിഷോറിലേക്ക് മാറുന്നു എന്നതിനർത്ഥം എന്താണ്? അതിനർത്ഥം ഇത് ഈ പറയുന്ന മോദി പ്രഭാവം കുറയുന്നു, മോദി എന്ന ബിംബം ഉടയുകയാണ് എന്നുള്ളത് തന്നെയാണ്. ഇതൊരു സൂചന തന്നെയാണ്. തീർച്ചയായിട്ടും അമിത്ഷായ്ക്കും ബി ജെ പിക്കും RSSനുമൊക്കെ ബീഹാറിൽ നിന്ന് കിട്ടുന്ന ഒരു സൂചന തന്നെയാണത്. തങ്ങളുടെ വോട്ടാണ് മറയുന്നത്. അത് ഗുജറാത്തിൽ മറഞ്ഞില്ല എന്ന് കരുതി യുപിയിലും ബീഹാറിലുമൊക്കെ അത് വലിയ തോതിലുള്ള അലയൊലികൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അടുത്ത ഫെബ്രുവരിയിൽ യുപിയിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ഇന്നലെ കണ്ട ഒരു കാഴ്ച, ഇപ്പോൾ എല്ലാവരും ജൻസി പ്രൊട്ടസ്റ്റിനെ പറ്റിയും വിദ്യാഭ്യാസത്തെ പറ്റിയും നീറ്റ് ചോർച്ചയെ പറ്റിയും പറയുമ്പോൾ അവിടെ അഖിലേഷ് യാദവ്, സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവ് ഒരു വാർത്താ സമ്മേളനം നടത്തുകയാണ്. ഞാൻ നോക്കുമ്പോൾ കറുത്ത നിറമടിച്ച ശ്രീരാമൻ, ചുവന്ന കളറുള്ള ഹനുമാൻ, ഇവർ രണ്ടുപേരും മുമ്പിൽ എടുത്തിട്ടാണ് അഖിലേഷ് യാദവ് വാർത്താ സമ്മേളനം നടത്തുന്നത്. എന്താ എൻ്റെ കാര്യം? അയോധ്യ ക്ഷേത്രക്കൊള്ള വലിയ പ്രശ്നമാകാൻ പോവുകയാണ്. സമാജ്വാദി പാർട്ടി അത് മാത്രം ഫോക്കസ് ചെയ്യുകയാണ്. വേറെ ഒന്നിനും, ഒരു നീറ്റിനെ കുറിച്ചും പറയുന്നില്ല, പേപ്പർ ലീക്കിനെ കുറിച്ചും പറയുന്നില്ല, വേറെ ഒന്നും പറയുന്നില്ല. അത് മാത്രം പറഞ്ഞുകൊണ്ടാണ് വാർത്താ സമ്മേളനം. പാർലമെന്റിലേക്ക് അവർ ഭണ്ഡാരപ്പെട്ട് കൊണ്ടുവന്നു. അപ്പോൾ അത് വലിയ തോതിൽ ഹിറ്റാകാൻ പോകുന്നൊരു കാര്യമാണ് യുപിയിൽ. അപ്പോൾ UP അടുത്ത 2027 ഫെബ്രുവരിയിൽ UP എങ്ങാനും പോവുക എന്ന് പറഞ്ഞാൽ 2029 തിരിച്ചൊരു മോദിക്ക് അസാധ്യമാണ് ഏറെക്കുറെ. കാരണം UP ആണ് കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറച്ചത്. അവിടെ അതിലും വലിയൊരു തിരിച്ചടി വരാൻ പോവുകയാണ്. അഖിലേഷ് പണി തുടങ്ങിക്കഴിഞ്ഞു. അഖിലേഷ് യാദവിനെ എന്താണ് അവിടെ ഹിറ്റ് ചെയ്യുക എന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ശ്രീരാമൻ, കറുത്ത പെയിൻ്റടിച്ച ശ്രീരാമനെ കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞു. ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് ഇനി അടുത്ത തവണ വോട്ട് തേടാൻ പറ്റുമോ ബി ജെ പിക്ക്? ഇല്ല. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നിന്ന് മിണ്ടാൻ പറ്റുമോ? മിണ്ടാൻ പറ്റില്ല. കഴിഞ്ഞ തവണ മിണ്ടിയിട്ട് തന്നെ അവർക്ക് വോട്ട് കിട്ടിയില്ല. ഈ തവണ ജയ് ശ്രീറാം എന്നോ അല്ലെങ്കിൽ ജയ് CR റാം എന്നോ അല്ലെങ്കിൽ അയോധ്യ എന്നോ ബാബരി മസ്ജിദ് എന്നോ മുഗളന്മാരെന്നോ ഒന്നും പറയാൻ പറ്റില്ല യുപിയിൽ. മുഗളന്മാരെ ചീത്ത വിളിക്കാൻ പറ്റുമോ? മുഗളന്മാർ വന്ന് ക്ഷേത്രം കൊള്ളയടിച്ചു എന്ന് പറയാൻ പറ്റുമോ? എന്നിട്ട് നിങ്ങൾ ക്ഷേത്രം ഇതിട്ട് എന്തുണ്ടാക്കി നാട്ടുകാർ തിരിച്ചു ചോദിക്കും. അപ്പോൾ ആ ഒരു ഭീഷണി ബി ജെ പി നിൽക്കുമ്പോഴാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. തീർച്ചയായിട്ടും ഇതൊരു സൈനാണ്. ബി ജെ പി പക്ഷേ അതിനെങ്ങനെ മറികടക്കുമെന്നാണ് നോക്കിയിരിക്കുന്നത്.